Hello ideas, welcome back to Xylo Learning. Akhila Miss ആണ്. So yes, വളരെ പ്രധാനപ്പെട്ട എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതാ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, തരംതിരിക്കാം അല്ലേ? ഇവിടെ ഒരുപാട് ആളുകളെ ഒരുപാട് ചിത്രങ്ങൾ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബസ് ഉണ്ട്, മണ്ണുമാന്തി യന്ത്രം ഉണ്ട്, ബോട്ട് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തരംതിരിച്ചെഴുതണം. എങ്ങനെയാണ് നമ്മൾ തരംതിരിക്കേണ്ടത്? നമുക്ക് ഇഷ്ടമുള്ളതുപോലെ തരംതിരിക്കുക എന്നുള്ളതല്ല. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ചോദ്യത്തിൽ ഇതാ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് കരയിലൂടെ അല്ലേ? കരയിലൂടെ പോകുന്ന ആൾക്കാരെ ഈ ബോക്സിൽ നമ്മൾ എഴുതേണ്ടത്. അടുത്ത രണ്ട് ബോക്സിന് തലക്കെട്ടൊന്നും കൊടുത്തിട്ടില്ല, നമ്മൾ സ്വന്തമായിട്ട് എഴുതണം. നമുക്ക് എഴുതിക്കൂടെടാ, ഒരെണ്ണം കരയിലൂടെ ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? ജലം അല്ലെ? ജലത്തിലൂടെയാണ്, ജലത്തിലൂടെയുള്ള ആളുകൾ അല്ലെ? അപ്പൊ ജലത്തിലൂടെ പോകുന്ന വാഹനങ്ങളെ നമ്മൾ ഇതാ ഇവിടെ എഴുതുന്നു. ജലത്തിലൂടെ അല്ലെങ്കിൽ എന്താണ്? വെള്ളത്തിലൂടെ അല്ലെ? എന്റെ മക്കൾ കുഞ്ഞു മക്കളാണ്, അപ്പൊ വെള്ളത്തിലൂടെ എന്ന് നമുക്ക് പറയാം. ഇനി ഇതാ ആകാശം അല്ലെ? ലാസ്റ്റ് നമുക്ക് എന്താണ്? ആകാശത്തിൽ പോകുന്ന കുറെ ആൾക്കാരില്ലേ ഇവിടെ? അപ്പൊ ആകാശത്തിൽ പോകുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെയും എഴുതി വെക്കാം. അപ്പൊ ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ് കരയിലൂടെ പോകുന്ന ആൾക്കാർ? അതല്ലേ ആദ്യം ഇനി നമ്മൾ എഴുതേണ്ടത്. കരയിലൂടെ പോകുന്നത് നമുക്കറിയാം, ബസ് ഉണ്ട്, മണ്ണുമാന്തി യന്ത്രം ഉണ്ട് അല്ലെ? അപ്പൊ ഞാനിതാ 1 by 1 ആയിട്ട് ഇവിടെ എഴുതാൻ പോവാണേ. അപ്പൊ ബസ് പോലെ തന്നെ എന്താണ്? മണ്ണുമാന്തി യന്ത്രം ഉണ്ടായിരുന്നു. മണ്ണുമാന്തി യന്ത്രം നമ്മളിങ്ങനെ ഓർമ്മിക്കണം അല്ലെ? 2 സൈഡ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ എന്താണ്? സൈക്കിള് കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ തീവണ്ടി ഉണ്ടായിരുന്നു അല്ലെ? അതുപോലെ തന്നെ ലോറി ഉണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടായിരുന്നോടാ? ലോറി അല്ലാതെ നോക്കിയേ, നമ്മള് വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ? ഇല്ല അല്ലെ? കഴിഞ്ഞു. അപ്പൊ ഇത്രയും സാധനങ്ങൾ എന്താണ്? കരയിലൂടെ പോകുന്ന വാഹനങ്ങളാണ്. നമ്മൾ അവിടെ എഴുതി വെച്ചു. അടുത്തതാ വെള്ളത്തിലൂടെ ആരൊക്കെ എഴുതാം നമുക്ക്? ഈ കൂട്ടത്തിൽ നിങ്ങൾ നോക്കിക്കേ, ബോട്ട് കാണുന്നുണ്ട്, തോണി കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഇതാ ഇവിടെ നമ്മുടെ കപ്പല് കാണുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? വെള്ളത്തിലൂടെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം അല്ലെ? ബോട്ട് എഴുതാം, അതുപോലെ തന്നെ തോണി എഴുതാം, ആൻഡ് നമ്മുടെ കപ്പൽ എഴുതാം. ഇതൊക്കെ ഇതാ ഈ ബോക്സിൽ നമുക്ക് എഴുതാം. ഇനി ആകാശത്ത് പോകുന്ന ആൾക്കാർ അല്ലെ? ഇവിടെ ഇതാ നിങ്ങൾ ആരൊക്കെ കാണുന്നുണ്ട്? നമ്മുടെ റോക്കറ്റിനെ കാണുന്നുണ്ട്, വിമാനത്തിനെ കാണുന്നുണ്ട്, ഹെലികോപ്റ്ററിനെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാണ്, റോക്കറ്റ് എഴുതി ഞാൻ, അതുപോലെ തന്നെ ഇതാ എന്താണ്? വിമാനം എഴുതി ഞാൻ, അതുപോലെ തന്നെ ഹെലികോപ്റ്ററും നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓൾ സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ഇതാ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണ്? ചക്രങ്ങളില്ലാത്ത ഒരു വാഹനത്തിന്റെ പേര് എഴുതാൻ അല്ലെ? ചക്രമില്ലാത്തൊരു വാഹനം. അപ്പൊ ഒറ്റ വാഹനത്തിന്റെ പേര് എഴുതിയാൽ മതി. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ തന്നെ ഇതാ നമ്മുടെ തോണി ഒന്ന് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിക്കേ. തോണിക്ക് ചക്രം ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ എന്താ ഈ ഉത്തരം എഴുതിയത്? തോണി എന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഉത്തരം എഴുതിയിട്ടുണ്ട്. റെഡി? അപ്പൊ തരംതിരിച്ചെഴുതാനുള്ള ഒരു ചോദ്യം എന്തായാലും നമ്മുടെ പരീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതീക്ഷിക്കുന്നുണ്ട്. മസ്റ്റായിട്ടും മക്കൾ എന്ത് ചെയ്യണം? ഈ ടൈപ്പിലുള്ള ഒരു ചോദ്യമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ കരയിലൂടെ പോകുന്ന ആളുകളെ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ വെള്ളത്തിലൂടെ അല്ലെ? ജലത്തിലൂടെ പോകുന്ന ആളുകളെ നമ്മൾ കണ്ടു, ആകാശത്തൂടെ പോകുന്ന ആളെ നമ്മൾ കണ്ടു, ചക്രമില്ലാത്തൊരു വാഹനത്തിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ഈ ഒരു പോയിന്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കി വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാം ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാടാ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ബൈ.